ശ്രീ പാണ്ഡ്യാല ഷാജി, അടിയന്തരാവസ്ഥ കൊണ്ട് പ്രയോജനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലൊരു പരാമർശം ഇവിടെ വന്നു. അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അനുഭവവേദ്യമായിട്ട് ഉണ്ടോ? മറ്റൊരു കാര്യം, ഇവിടെ ആരാണ് യഥാർത്ഥ ഫാഷിസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോഴും. അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശ്രീ ഷാജിക്ക്? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഈ ചരിത്രമെന്ന ഒരു സംഭവത്തെ വിലയിരുത്തുമ്പോൾ അതിന് വളരെ കൃത്യമായിരിക്കുന്ന വികാസ പരിണാമ ഘട്ടങ്ങളുണ്ട് ചരിത്രമെന്ന സംഭവത്തിന്. ഇപ്പോൾ വികാസ പരിണാമ ഘട്ടങ്ങളിലൂടെയാണ് ചരിത്രത്തെ നമ്മൾ വീക്ഷിക്കുകയും വിലയിരുത്തുകയും. അത് വളർച്ച എന്നാണ് അതിനർത്ഥം. ഈ വളർച്ച എന്ന അർത്ഥത്തിനനുസരിച്ചാണ് ജനാധിപത്യവും വികസിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ വികാസത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള അവകാശമാണ്. ഈ അവകാശം ലംഘിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? അവിടെ ജനാധിപത്യത്തിന് ബേസിക്കായ കുഴപ്പം സംഭവിക്കുന്ന അർത്ഥം. പക്ഷേ ഇതേ സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം തന്നെ ഫാഷിസ്റ്റ് പ്രക്രിയകളെല്ലാം തന്നെ വളരെ ഭംഗിയായി നടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് തരുന്നൊരു പാഠം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ജനാധിപത്യം എന്ന സംഭവത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ജനാധിപത്യ പ്രക്രിയക്കകത്ത് തന്നെ ഫാഷിസത്തിൻ്റെ ആയിരിക്കുന്ന സിംറ്റംസ് വളരെ കൃത്യമായി അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നത്. ചരിത്രത്തിലെ ജനാധിപത്യത്തിലെ ഒരു വലിയ വിരോധാഭാസമാണത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നക്സലൈറ്റുകളെ മാറ്റി നിർത്തുക? വളരെ സജീവമായി അതിൽ വളരെ സജീവമായി പ്രതിഷേധിച്ചവരാണ്. പക്ഷേ മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് CPI പാർട്ടികളാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഒരു ചാലക ശക്തിയായ ഒരു സമരഭൂമിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയാതെ പോയത്? CPI ഈ സോവിയറ്റ് യൂണിയൻ്റെ പക്ഷം നിന്നതിൻ്റെ ഭാഗമായി അപ്പുറത്ത് പോയിട്ട് അത് സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർ വന്നതിലാണ്. ആ തെറ്റവർ തിരുത്തി ബട്ടൻഡ കോൺഗ്രസ് സംഭവം ശരി അല്ലാതെ അതല്ല ഞാൻ പറയുന്നത്. അത് തിരുത്തിയാൽ പോലും വരുന്നൊരു അപകടം എന്തായിരുന്നു എന്നുള്ള അപകടം എന്നല്ല, വരുന്ന അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരുന്നു? ശരിക്ക് അതിൻ്റെ കോൺസിക്വൻസസ് ആണ് നാം 1977 വന്നിരിക്കുന്ന ജനതാ പാർട്ടി മന്ത്രിസഭ. അതാണ് ശരിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന് ഇന്ത്യയിൽ ബഹുജന സ്വീകാര്യത ലഭ്യമാക്കി കൊടുത്തിരിക്കുന്ന സമരമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആദ്യമധ്യാന്തമായിരിക്കുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരമാണ്. എന്തുകൊണ്ടാണ് RSS സംഘപരിവാർ ഇന്ത്യയിൽ ശ്രീകുമാർ സാർ അല്ല, RSS ആ കേട്ടില്ല, അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ വെള്ളം ചേർത്തു എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതായത് ചില RSS നേതാക്കൾ എഴുതിയ കത്ത് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ എങ്കിലും TG ഉദ്ദേശിച്ചത് അതാണ്. അങ്ങനെ ഒരു വെള്ളം ചേർക്കൽ നടന്നിട്ടുണ്ടോ? അവരുടെ പ്രക്ഷോഭം അത് ആത്മാർത്ഥമായിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് ബാലാസാഹേബ് ദേവർസനെ കുറിച്ച് ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു പരാമർശങ്ങൾ പലരും പറയാറുണ്ട്. പക്ഷേ എവിഡൻസുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എനിക്കെന്തായാലും ലഭ്യമായിട്ടില്ല. ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ തർക്കത്തിലേക്കും വിതർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെയും വരുന്നൊരു വിഷയം എന്താണെന്ന്, എന്തുകൊണ്ട് CPIM-ന് ഒരു സമരമുഖം ഓപ്പൺ ചെയ്യാൻ സാധ്യമായില്ല എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് സാധ്യമായില്ല? ഈ സാധ്യമാകാത്തതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ടി വളരെ കൃത്യമായി മാസ് പാർട്ടിയായി മാറി. ഒന്ന്. രണ്ട്, പാർലമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ, അതിൻ്റെ ആ സൗജന്യങ്ങളും നേടി ഭംഗിയായി ജീവിച്ചു പോവുക എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ ചാലക ശക്തിയാക്കാൻ സംഘടനയെ ഉപയോഗിക്കേണ്ടതില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക്, പ്രതിലോമകരമായ ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ ആധാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സന്ദർഭത്തെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് കുരുക്ഷേത്രം പോലുള്ള മാഗസീൻ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഓരോ പ്രവർത്തകരെയും ട്രെയിൻ ചെയ്യിക്കുകയും അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവന് ഉണ്ടായിരിക്കുന്ന ഒരു ഫീലിംഗ് എവിടെയാണെന്നറിയോ? ശരിക്കും വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രം എന്ന ഫീലിംഗിലേക്ക് ഈ സംഭവത്തെ വളരെ ഭംഗിയായി ഡൈവേർട്ട് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഡൈവേർട്ട് ചെയ്തു.
ഈ രാഷ്ട്രം എന്ന ഫീലിംഗിലേക്ക് ഡൈവേർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് അടിവാങ്ങിയ ഒരൊറ്റ ഒരുത്തനെ ഓടിയിട്ടില്ല എന്നുള്ളതാണ്. അടിവാങ്ങിയവൻ ആരും ഓടിയിട്ടില്ല. ഇപ്പം എൻ്റെ പിണറായി എന്ന് പറഞ്ഞ സംഭവത്തിൽ തന്നെ ഒരുപടി രാഷ്ട്രീയ സ്വയം സംഘത്തുകാർ ഭീകരമായി മർദ്ദനമേറ്റ ആൾക്കാരുണ്ട്. ചിലവർ ശാരീരികമായി ഇന്നും പരിക്കനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ഇത്തരമൊരു സമരമുഖം ഓപ്പൺ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ലീഡർഷിപ്പ് ഉണ്ടായില്ല. ഒന്ന്, സഖാക്കളോട് അതിൻ്റെ അണികളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ ചെയ്യുമായിരുന്നിരിക്കാം. പക്ഷേ അവർക്ക് അത്തരത്തിലുണ്ടായിരിക്കുന്ന എന്താ പറയുക, ഒരു പ്രതിജ്ഞാബദ്ധത, ഒരു പ്രതിബദ്ധത അതിനകത്ത് നിർമ്മിക്കുന്നതിൽ പാർട്ടി ലീഡർഷിപ്പ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ ഉന്നയിക്കുന്ന വാദം. ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിന് ശേഷം വന്നിരിക്കുന്ന വിചിത്രമായ സംഭവമാണ് 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ജനതാ പാർട്ടി മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു. AB വാജ്പേയി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി, LK അഡ്വാനി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രിയായി, സുന്ദർ സിംഗ് ഭണ്ട, നാനാജി ദേശ്മുഖ് ലോക്സഭയിലെ ചീഫ് വിപ്പായി. എൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ അന്ന് ചെറിയ കുട്ടിയാണ് ഞാൻ. അപ്പം ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടായപ്പോൾ ഇവർ വളരെ ഭംഗിയായി പിന്നീട് ചെയ്തത് എന്താണ്? ഈ 2024 വരെയുള്ള കാലയളവിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം വളരെ കൃത്യമായി ആസൂത്രിതമായി അവർ പ്രവൃത്തി നടത്തുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് ചെയ്തത്? മിസ്റ്റർ കോമ്രേഡ് രാജാജി മാത്യൂസ്, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വക നമ്മൾ ചെയ്തില്ല എന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പോലും മാന്യമായി നടത്താനുള്ള രാഷ്ട്രീയ പ്രതിബദ്ധത അല്ലെങ്കിൽ രാഷ്ട്രീയ തീക്ഷ്ണത ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് നശിപ്പിച്ചതിന് ഉത്തരവാദി ആരെന്ന ചോദ്യം, ഈ ചോദ്യത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാവൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ്. ഇതില്ലാതെ വരുമ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്താൽ എവിടെയും നമ്മൾ എത്തില്ല. പകരം എന്താണെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തില്ലേ, ഇത് ചെയ്ത്, ഇതല്ല വിഷയം. മറിച്ച് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ ഈ പ്രവിശാല മഹാരാജ്യത്തിന്റെ അതിന്റെ ഏറ്റവും വലിയ തിരിക്കുറ്റിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒറ്റ മാത്രമേ ഉള്ളൂ, അവരതിനു വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ പണിയെടുക്കുന്ന അവസ്ഥ മറുപക്ഷത്ത് ഇല്ലാതാവുമ്പോൾ അത് ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് ഒരു പോയിന്റ് കൂടി അതിനകത്ത് പറയാം. ഇപ്പൊ UP യിൽ BJP വലിയ തിരിച്ചടി നേരിട്ടല്ലോ. ഇന്ദ്രപ്രസ്ഥ പത്രത്തിനകത്ത് ഏതാണ്ട് ഒരു ഇലക്ഷന്റെ അവസാന ഘട്ടം വരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടായിരുന്നു, അത് എഡിറ്റോറിയൽ പേജിനകത്ത്. അതിനകത്ത് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ യോഗിയും BJPയിലെ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ചില എന്താ പറയുക പരിശീലകന്മാരുമായി, അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, ഇവരെ പിരിച്ചുവിടുന്നതുമായുള്ള ഒരു തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞ ചെറിയൊരു കുറിപ്പ് വന്നിട്ടുണ്ടാകും അതിനകത്ത്. ഈ കുറിപ്പിൽ അതിന് പറയുന്ന ഒരു സംഭവം, ഇത് എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ലേഖനം എഴുതിയിരിക്കുന്ന ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇതിന്റെ പ്രതിഫലനമാണ് വാസ്തവത്തിൽ UP യിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന തിരിച്ചടി. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുണ്ടായിരിക്കുന്ന യോജിപ്പ് വന്നതോടെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായി. ഈ രാഷ്ട്രീയം കൂടി വന്നപ്പോഴാണ് വാസ്തവത്തിൽ എന്ത് സംഭവിച്ചത്? ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് സംഘപരിവാർ അവിടെ വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പിനകത്ത് BJPയുടെ എന്താ പറയുക സ്ഥാനാർത്ഥികളെ അവരെ എന്താ പറയുക അർപ്പണ മനോഭാവത്തോടെ വിജയിപ്പിക്കുന്നതിൽ പങ്കാളിയാവില്ല എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഇന്ദ്രസ്പോത്രത്തിനകത്ത് വന്നിരുന്നത്, അതിന്റെ റിഫ്ലക്ഷനും കൂടിയാണ് ഈ സംഭവം വന്നത്. ഇപ്പം ഞാൻ അവിടെയും പറയുന്നത്, തെന്നിന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ BJP വളരെ ഗംഭീരമായി തിരിച്ചു വരപാട് തെന്നിന്ത്യയിൽ നടത്തിയത്. നിങ്ങൾ എടുക്കുന്നതല്ല ഞാൻ അനലൈസ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മോർ ദാൻ ഏതാണ്ട് രണ്ട് അക്കത്തിൽ വരെ ശതമാനത്തോളം വരുന്ന വോട്ട് അവർ വർദ്ധിപ്പിച്ചു. ഈ ഓരോ ഘട്ടത്തിൽ പോലും പരിവാർ ഇപ്പോഴും വളരെ കൃത്യമായി ചെയ്യുന്നത്, അവർ വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുണ്ടായിരിക്കുന്ന ആശയവ്യക്തത ഇല്ലാതിരിക്കുക. ഈ ആശയവ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ നാം സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്ന് പറയുമ്പോൾ സ്ഥിരമായി പറയാറുള്ളത് നമ്മുടെ ഇന്റർനാഷണൽ ഫീലിംഗ് ആണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? നാഷണൽ ഫീലിംഗേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും നാഷണൽ ഫീലിംഗ് വരെ എപ്പോഴും എവിടെയാണ്? കോമ്രേഡ് രാജാജി മാത്യൂസ്, അത് യുദ്ധകാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോവിയറ്റ് യൂണിയന്റെ നാഷണൽ ഫീലിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്ത്യക്കാരനെ കൊണ്ടേ കൊടുത്തു നടക്കിയത്. വസ്തുതയല്ലേ? അതുകൊണ്ടായിരുന്നു 1947 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന മുഖ്യധാരയിൽ നിന്ന് കിലോമീറ്റർ ദൂരം അടിച്ച് തെറിച്ചു പോയത്. ഇങ്ങനെ നാം തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ഒട്ടനവധി അപകടങ്ങളുടെ തുടർച്ചയാണ് വാസ്തവത്തിൽ എവിടെയും വന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നിരിക്കുന്ന ഘട്ടത്തിലും അതായത് അതിനെ തുടർച്ചയായി വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ
ഒരു രാഷ്ട്രീയ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിനെ ഗൗരവമായി സമീപിക്കുക എന്ന സമീപത്തിന് പകരം വളരെ എന്താ പറയുക ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ആർ ജയിച്ചു തോറ്റു അത് വിഷയമല്ല, അത് വിഷയം ഒഴിവാക്ക്. അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ രൂപതയെക്കുറിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നൊരു ആർക്കെങ്കിലും സാധ്യമായിട്ടുണ്ടോ? ഐദർ CPI ഓർ CPIM ഏതാണ്ട് 72ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇന്ത്യക്ക്. 72-80ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? സാധ്യമായില്ല. ഈ സാധ്യമായില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്താകുന്നത് അത് ദിശതെറ്റി പോവുകയും പലപ്പോഴും അത് മറ്റു തരത്തിലുണ്ടായിരിക്കുന്ന വിമർശന പന്ഥാവിലേക്ക് അത് ചുരുങ്ങുകയാണ് ചെയ്യുക. അതായത് ചർച്ചയുടെ ആന്തരികമായിരിക്കുന്ന സത്ത പലപ്പോഴും നമുക്ക് നഷ്ടമായി പോകുന്ന ദുഃഖകരമായ അവസ്ഥ ഉണ്ടായിത്തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അടിയന്തരാവസ്ഥക്കെതിരായി വന്നിരിക്കുന്ന സമരത്തിനകത്ത് സത്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ നക്സലൈറ്റുകാരെയും SUCIക്കാരെയും നമുക്ക് മാറ്റി നിർത്ത്. SUCIക്കാരെ കുറിച്ച് ശിവദാസ് ഘോഷ് അഡ്വാനിയും ഒരേ വൃതപ്പെടെ കണ്ടപ്പോൾ അവർ കൃത്യമായി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഞാൻ അഡ്വാനി പറഞ്ഞത് ഇന്ത്യയിൽ CPIM ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയം SUCI ആണെന്ന് കൃത്യമായി ശിവദാസ് ഘോഷിനോട് പറഞ്ഞതായിട്ട് ഡോക്യുമെന്റ് ഉണ്ട്. ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ രീതി കെട്ടിപ്പടുക്കാൻ സാധ്യമാവാതിരുന്നു കഴിഞ്ഞാൽ തിരിച്ചടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ തിരിച്ചടികൾ മാത്രമായി ഉണ്ടാവുമ്പോൾ ഏറ്റവും ദുർബലമായ വാദങ്ങൾ മാത്രം ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുക എന്നല്ലാതെ ബേസിക്കായ വിഷയത്തെ തൊട്ട് സംസാരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ രൂപം കൊള്ളുകയും അത് ആത്യന്തികമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള പരിമിതിയെ കുറെ കൂടി ദുർബലമാക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ നമ്പ്യാർ, ശ്രീ ഷാജി ഒറ്റ കാര്യം കൂടി, താങ്കൾ നേരത്തെ ഒരു കാര്യം പരാമർശിച്ചു, അതിൽ ഒരു വ്യക്തത കൂടി വരുത്താനാണ്. അടിയന്തരാവസ്ഥ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ അടികൊണ്ടത്? അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയമായത് അടിയന്തരാവസ്ഥ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതുകൊണ്ടാണെന്ന്. ഒറ്റ വാക്കിൽ പറയാം മറുപടി. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാൻ എല്ലാവരെയും വരും. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. ഇയാളന്ന് താമസിക്കുന്ന ഇയാളെ തറവാട് വീട്ടിലെ മുണ്ടയിൽ എന്ന് പറഞ്ഞ തറവാട് വീട്ടിലാണ്. ആ വീടിന് അപ്സ്റ്റെയർ ഉണ്ട്. അപ്പോൾ പോലീസ് വളഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർ ബാലറാമിൻ്റെ നേതൃത്വത്തിലാണ് പോയത്. മുന്നേ പറഞ്ഞു, ഇയാളോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇയാൾ ഇറങ്ങുന്നില്ല. അപ്പോൾ ഇറങ്ങാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അന്നത്തെ അവസ്ഥയിൽ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറി സ്റ്റെപ്പിന് മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഇറങ്ങി വന്നത് ചെയ്ത് ഇയാൾ ചവിട്ടിക്കളഞ്ഞു. ഈ പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ബാലറാമിനെ ചവിട്ടിക്കളഞ്ഞു. അപ്പോൾ ചവിട്ടിയപ്പോൾ ബാലറാം ഇത് മുകളിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചവിട്ടി പുറകോട്ടേക്ക് പോലും. ആ പുറകോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ പിറകിലുണ്ടായിരിക്കുന്ന 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ ആൾ പിടിച്ചു. ഇതാണ് വാസ്തവത്തിൽ ഇയാൾക്ക് അടികൊള്ളാനുണ്ടായ കാരണം. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സുവാരാൾ പലപ്പോഴും പറയാറുണ്ട് ഇത് പേട്ടടി വാങ്ങിയതാണ് എന്ന്. ആ പേട്ടടിയാണ് വാസ്തവത്തിൽ അയാൾക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് മുഴുവൻ തന്നെ കാലിനാണ്. വേറെ എവിടെയും അയാൾക്ക് ഒരു പരിക്കുമില്ല. ഒരു പരിക്കുണ്ടായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ അടിയന്തരാവസ്ഥയിൽ സെൻട്രൽ ജയിലിൻ്റെ അകത്താണ് കിടന്നു കഴിഞ്ഞപ്പോൾ അയാളെ കാണാൻ പോയ കൂട്ടത്തിൻ്റെ ആദ്യമായി കാണാൻ പോകുന്നത് കുടുംബം എന്നുള്ള നിലയിൽ കാണാൻ പോകും. കുടുംബം എന്നല്ല, സുഹൃത്തുക്കൾ നില കാണാൻ പോകുന്നത് എൻ്റെ അമ്മ ചീരൂട്ടിയാണ്. എൻ്റെ അമ്മ ചീരൂട്ടിയും ഇദ്ദേഹത്തിൻ്റെ അമ്മ കല്യാണി നടത്തി കൂടെ പോയിരിക്കുന്ന ഒരു കുട്ടി ആരാന്ന് പറഞ്ഞാൽ ഞാനാണ്. അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അത് അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ പോയ സമയത്ത് ഇത് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അവിടെ പോയ സമയത്ത് കല്യാണത്തി, അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇവരോട് ചോദിക്കുന്നുണ്ട്, വിജയ നീ എനിക്കൊരു 25 വയസ്സ് തരണം എന്ന് പറഞ്ഞു. ഒരു 25 വയസ്സാണ്. അങ്ങനെ അയാൾ അകത്ത് പോകുന്നു. അകത്ത് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 25 പൈസയാണ്. ചെറിയ പൈസയാണ്. 25 പൈസ. 1000 പൈസ വാങ്ങിച്ച് ഇത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് പറയുന്നത് കുഴപ്പമില്ല, അത് അവരുടെ വിശ്വാസമാണ്. അവർ പറഞ്ഞത് മുത്തപ്പന് കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ 25 പൈസ എടുത്തിട്ടാണ് അവരെന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ പറശ്ശിനിക്ക് മടപ്പര മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയി അതാണ് ഒരു പൂജക്കായി ആ പൈസ കൊടുക്കുകയാണ് ചെയ്ത്. കാരണം പിണറായി പിണറായി തന്നെ തലശ്ശേരി ടാക്സിക്കാരൻ്റെ അതാണ് നമ്മളന്ന് ഇവരെ കാണാൻ പോകുന്നത്. അപ്പോൾ അടി എന്ന് പറയുന്ന സംഭവത്തിന് ബേസിക്കായ സംഭവം ഇത് മാത്രമാണ്. ബാക്കി മറ്റല്ലാതെ ഒരു ഞാൻ നോക്കട്ടെ, MBR അറസ്റ്റ് ചെയ്തില്ല, അടി കിട്ടീനോ? കൊണ്ടുവരോ? പാണ്ഡ്യാലോപാലിനെ അറസ്റ്റ് ചെയ്തില്ല, പാണ്ഡ്യാലോപാലിനെ അടി കൊണ്ടുവരോ? നിങ്ങൾ ആർക്കാണ് കൊണ്ടത്? ഒരൊറ്റയാളെ അടിച്ചിട്ടില്ലാതെ, ഒരു നേതാവിനെ അടിച്ചിട്ടില്ല. ഇതെന്താന്ന് പറയുന്നത്? നിങ്ങൾ വെറുതെ നിങ്ങൾ മുഷ്ക് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി കിട്ടാതെ, അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നേരെ തിരിച്ചിപ്പുറത്ത് വരുന്ന വിഷയം എന്താണ്? ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ ഇപ്പുറത്ത് വരുന്നത് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടക്കുന്ന നിയമ ലംഘനമാണ് നടന്നത്. ആ ലംഘനത്തിലാണ് അത്രയും അടി വാങ്ങിയപ്പോൾ ആരും അതിനകത്ത് ഓടിയിട്ടില്ല. ആരും ഓടിയില്ലല്ലോ. ഇപ്പുറത്ത് വന്നത് എന്താണ്? ഓടുക മാത്രമല്ല, സമരഭൂമിയിൽ പോകാൻ പോലും ആളുണ്ടായില്ല എന്നുള്ളതാണ്. ആളുകൾ സ്തബ്ധരായി പോയില്ല. എന്ത് ചെയ്യണം അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓരോ ആളുകളും സ്വയമേവ പിൻവലിച്ചു.
എന്നാൽ നക്സലൈറ്റ് സഖാക്കൾ വളരെ കൃത്യമായി അവരുടെ പരിമിതമായിരിക്കുന്ന സംഘടനാ മിഷൻ ഉപയോഗിച്ച് അവരാലാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ മാത്രം ഒന്നും കഴിവില്ലാത്ത എന്താ പറയുക പിന്നെ ഒരവസ്ഥയിലേക്ക് മാറി. പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് പിന്നെ ജയിച്ചതിൻ്റെ ഒരു സംഭവം പിന്നെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ഒന്ന് പറയാം. കേരളത്തിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താ വെച്ചാൽ ഒന്ന് മധ്യവർഗമാണ്. ഈ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരിക്കുന്ന ഒരു കാര്യം ശരിക്കും എന്താ പറഞ്ഞാൽ സ്വസ്ഥതാ സമാധാനം എന്നുള്ളതാണ്. ഈ സ്വസ്ഥതാ സമാധാനം ആവശ്യമാക്കി തീർത്തതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ണിമാരാണ് ആരാണ്? ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിനകത്ത് നിന്ന് ഭംഗിയായി ഒളിച്ചോടിയ CPIM കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അട്രോസിറ്റീസിന്റെ മേലെ വന്നിരിക്കുന്ന പ്രതിഷേധമാണ് സമാധാനപരമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ ഭാഗമായി വളരെ കൃത്യമായി അത് അച്യുതമേനോൻ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലനമാണ് വാസ്തവത്തിൽ കേരളത്തിനകത്തെ അന്ന് കോൺഗ്രസ് CPI മുന്നണി വളരെ ഗംഭീരമായിരിക്കുന്ന വോട്ട് നേടുകയും ചെയ്തു എന്നാണ് എൻ്റെ ഒരു സാമാന്യ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ഇതാണ്. മറ്റല്ലാതെ ഇത് വേറെ ഒരു സംഭവത്തിൻ്റെയും ഭാഗമല്ല ഇത്. അപ്പോൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു, അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ അടിയന്തരാവസ്ഥ സംഭവത്തിന് മേലെ ഇന്നത്തെ ദേശാഭിമാനിയിലും നിങ്ങൾ അതിൻ്റെ എഡിറ്റോർ പേജിനകത്തൊരു സാധനം കാണും. അടിയന്തരാവസ്ഥ കരുതി നിയമം ആന എന്നാലും പറഞ്ഞ് കുറേ സാധനം വരും. ഇതിൻ്റെ 10,000 ഇരട്ടി നിർബാധം എന്നോണം കേരളത്തിൽ പ്രയോഗിക്കുന്ന ഒരാളാണ് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരാൾ. അടിയന്തരാവസ്ഥയിലെ രാജന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് പറയും. എന്നാൽ ഈ മനുഷ്യൻ ഭരിക്കുന്ന സമയത്ത് ഈ ലോക്കപ്പിനകത്ത് എത്രയാൾ മരിച്ചു കൂടുമെന്നുള്ള വിവരം, ലോക്കപ്പിൽ അടികൊണ്ട് മരിച്ചു കൂടുന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ആരും ചർച്ച ചെയ്യലില്ല. അതുകൊണ്ട് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അങ്ങേയറ്റം അറിവിന്തിരിപ്പനായിരിക്കുന്ന ജനവിരുദ്ധനായിരിക്കുന്ന ഒരാളെയാണ് ഇയാൾ എന്ത് വിളിക്കുന്നത് ജനനായകൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നുള്ള വൈരുദ്ധ്യവും കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിച്ച് എനിക്കിതാണ് ഇപ്പോൾ പറയാനുള്ളത്. ശ്രീ രാജാജി, അതായത് ചരിത്രം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ. പക്ഷേ എങ്കിലും ഒരു കാലത്ത് ജനാധിപത്യത്തെ വിലങ്ങണിയിച്ചവർ അവരാണിപ്പോൾ വിശുദ്ധരായി അവതരിച്ചിരിക്കുന്നത്. അവരുടെ കൂടെയാണ് ഇപ്പോഴും താങ്കളുടെ പാർട്ടിയും. ചരിത്രം ഒരിക്കലും നിശ്ചലമായിട്ട് നിൽക്കുകയല്ലോ. ചരിത്രം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്. കോൺഗ്രസ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. BJPയെ പോലെയുള്ള ഒരു ഫാസിസ്റ്റ് സംഘടനാ സംവിധാനത്തെ ചെറുക്കണമെങ്കിൽ അത് കേവലം സംഘടനാ സംവിധാനം മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിത്തവുമായിട്ട് കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചങ്ങാത്ത മുതലാളിത്ത സംവിധാനമാണ്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പണസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ആർജിക്കാൻ കഴിയാത്ത തരത്തിൽ ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് വൻതോതിൽ പണം സമാഹരിക്കുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി. അത്തരം ഒരു പാർട്ടിയെ ചെറുക്കണമെങ്കിൽ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വർഗീയ അജണ്ടയെ ചെറുക്കണമെങ്കിൽ, അവർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ജീവിത രീതിയുടെയും ഭക്ഷണത്തിൻ്റെ അടക്കമുള്ള രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ജനാധിപത്യ ശക്തികളുടെ വിപുലമായിട്ടുള്ള ഐക്യം രാജ്യത്ത് വളർന്നു വരണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതുച്ചേരിയിൽ നടന്ന കോൺഗ്രസിൽ തന്നെ അത് BJP 2014 അധികാരത്തിൽ വന്ന് തൊട്ട് പിന്നാലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതുച്ചേരി കോൺഗ്രസ് ചേർന്നത്. അന്ന് ഞങ്ങളൊരു ഓപ്പണായിട്ടുള്ള ഒരു ആഹ്വാനം നടത്തി. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഇതര രാഷ്ട്രീയ പാർട്ടികളും ചേർന്നിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു സഖ്യം നമ്മുടെ രാജ്യത്ത് വളർന്നു വരണം. ഈ ഫാസിസ്റ്റ് ശക്തിയെ ചെറുക്കണമെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ജനാധിപത്യ ശക്തികളും ഒരുമിച്ച് വരണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഒരു അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാതല്ല ഗുജറാത്തിലെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത്. ഒരു അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാതെയല്ലേ രാജ്യത്ത് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വർഗീയ കലാപത്തിലൂടെ ആയിരങ്ങളെ കൊന്നൊടുക്കിയത്. ഇപ്പോഴും ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. മണിപ്പൂരിൽ നടക്കുന്നത് എന്താണ്?
അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. വർഗീയ കലാപമല്ലല്ലോ. BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. മണിപ്പൂരിലേത് വർഗീയ കലാപമല്ലല്ലോ. എന്താണ് അത്? വംശീയ കലാപമാണ്. രണ്ട് വംശങ്ങളെ തമ്മിലടിപ്പിച്ച് RSSന്റെ സർസംഘ് ചാലക് ഇത് പറഞ്ഞു കഴിഞ്ഞില്ലേ? സർസംഘ് ചാലക് പറഞ്ഞു കഴിഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ അഹങ്കാരമാണ് നരേന്ദ്രമോദിക്കെന്ന് എന്ന് പറഞ്ഞില്ലേ? BJPയുടെ നേതാക്കന്മാർ പറയുന്നില്ല, RSSന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നില്ലേ? അപ്പോ അത്തരമൊരു ഭരണ സംവിധാനത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും ഒരുമിച്ച് ഒരു വേദിയിൽ അണിനിരക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു മുന്നണിയിൽ നിൽക്കുന്നത്. തീർച്ചയായും അത്തരമൊരു മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയാണെങ്കിൽ അവർ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച്, അത് ഏത് പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ന് ഈ ഫാസിസ്റ്റ് വിപത്തിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് വിപുലമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഐക്യമുണ്ടാകണം. ഈ ഭരണ സംവിധാനമാണ് നമ്മുടെ കർഷകരുടെ എല്ലാ അവകാശങ്ങളും. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കർഷകരുടെ ഇത്ര വലിയ രോഷപ്രകടനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത്രയധികം കർഷകരെ കൊലയ്ക്ക് കൊടുത്ത വേറൊരു ഭരണകൂടവും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ ഒരു നൂറ്റാണ്ടിലധികമായി സമരം ചെയ്ത് നേടിയെടുത്ത അവരുടെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന കേരളത്തിൽ സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും എത്രയെത്ര കേരളത്തിലെ കാര്യമല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു നിങ്ങൾ പറയൂ. 750-ലധികം ആൾക്കാരാണ് കർഷക സമരത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തികളിൽ തടയപ്പെടുകയും അവിടെ മരിച്ചു പോവുകയും ചെയ്തത്. ഇന്ത്യയിലെ കർഷകന് ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലാത്ത സ്ഥിതിവിശേഷം ആരാണ് അതിന്റെ പിന്നിൽ, കർഷക സമരത്തിന്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിന്റെ സൂചനകളൊക്കെ ലഭിച്ചിട്ടും ഉണ്ട്. നിങ്ങൾ പറയും ഖലിസ്ഥാനികളാണെന്ന്, നിങ്ങൾ BJP പറഞ്ഞിട്ടുള്ളത് ഖലിസ്ഥാൻവാദികളാണെന്നാണ്. ഇപ്പൊ അവരെ തടഞ്ഞിരിക്കുകയല്ലേ, ശംഭു ബോർഡറിൽ തടഞ്ഞിരിക്കുകയല്ലേ. അവർക്ക് ഹരിയാനയിൽ പോലും കടന്നു വരാൻ കഴിയാത്ത അവസരമല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. കർഷകര് പോലും ഖലിസ്ഥാൻവാദികളിൽ നിന്നാണ് പണം പറ്റിയിരിക്കുന്നത്. ആ തെളിവ് പോലും ED കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു തീവ്രവാദിയാണ് നിങ്ങൾ ഏറ്റവും വലിയ വിശുദ്ധനായി ചിത്രീകരിക്കുന്നത്. ED അത് തെളിയിക്കട്ടെ. ആരും ED അത് തെളിയിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ED അത് തെളിയിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. അത് തെളിയിക്കാൻ അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. പക്ഷേ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചിരിക്കുന്നതാണ് പ്രശ്നം. അദ്ദേഹത്തെ നിങ്ങൾ വിചാരണ ചെയ്യൂ. ജയിലിൽ അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ജയിലിൽ അടയ്ക്കാതെയും വിചാരണ നടത്താൻ കഴിയുമല്ലോ. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലിലടയ്ക്കുന്നത്? ഡസൻ കണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരെ അല്ല ജയിലിലടച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് നേരെ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത്? 2 ചെറുപ്പക്കാരെ ജയിലിൽ അടച്ചിരുന്നു. ചില മാവോയിസ്റ്റുകളെ ഒരു വിചാരണയില്ലാതെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. അതും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് എന്ന കാര്യവും മറക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തിട്ടുണ്ട്. ശക്തമായിട്ട് അതിനെ എതിർക്കുകയും അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, അതിനെ അപലപിച്ചിട്ടുണ്ട്. ടി ജി എന്തായാലും ഇന്നലേക്കാൾ വലിയ ഫാഷിസ്റ്റാണ് മോദി എന്ന ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും. അല്ലെമ്പർ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ മനുഷ്യർ സാധാരണ നിലപാടുകൾ മാറ്റാറില്ല. ദേ വിൽ ക്ലിങ് ഓൺ ടു ദാറ്റ്. എന്നുവെച്ചാൽ അതിലൊരു കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തെങ്കിലും തൊടുന്യായമൊക്കെ പറഞ്ഞിട്ട് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും തയ്യാറല്ല. ബട്ട് ഈ നിലപാടുകൾക്ക് ന്യായീകരണങ്ങൾ തേടി വല്ലാതെ നമ്മൾ വഷളാവരുത്. ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ നിർത്താൻ സമയമായില്ല. ഈ കർഷക സമരം എന്ന് പറയുന്നില്ല.
കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമം ഭാരതം മൊത്തമുള്ള കർഷകരെ ബാധിക്കുന്ന നിയമമാണല്ലോ, അതിലാർക്കും തർക്കമില്ലല്ലോ. എന്താ ഈ പഞ്ചാബിലെ കർഷകർക്ക് മാത്രം പ്രശ്നം? തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ പഞ്ചാബിലെ കർഷകർ മാത്രമല്ലല്ലോ, ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കർഷകരെ ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെ ഒക്കെ കർഷകർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പഞ്ചാബിലെ കർഷകർ മാത്രമല്ല, പോയിട്ട് ഹരിയാന ബോർഡറിൽ പങ്കെടുക്കുന്നത് എന്താ? പഞ്ചാബിലെ കർഷകർ മാത്രമല്ല, യുപിയിലെ കർഷകരില്ലേ? തടസ്സപ്പെടുത്താതെ എന്ന് പ്ലീസ് പ്ലീസ് See, this is your problem. കാരണം അല്ല, ഈ രാജ്യത്ത് ഇത്രയും ഗോതമ്പോ നെല്ലോ ഉൽപ്പാദിപ്പിക്കുന്ന വേറെ ഏത് സംസ്ഥാനമാണുള്ളത് മോഹൻദാസ്? ഏത് സ്ഥലത്താണുള്ളത്? ആ കർഷകരുടെ പ്രശ്നം ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? ഗോതമ്പ് അല്ല രാജാജി, allow me to complete the sentence. Don't behave in an uncivil manner. നമ്മളൊക്കെ മാന്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തേണ്ട, പരിഭ്രമിക്കേണ്ട. ഞാൻ നിങ്ങളെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യാവസ്ഥ എന്താ? ശരി, പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. എനിക്കൊരു പരിഭ്രമവുമില്ല. കണ്ടോ, ഇത് തന്നെയാണ് പരിഭ്രമത്തിൻ്റെ ലക്ഷണം. PG നമുക്ക് അവസാനിപ്പിക്കാം. യെസ്. അപ്പോൾ ഈ പഞ്ചാബിൽ മാത്രം കർഷകർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ കർഷകർ ഓടിപ്പോയി പഞ്ചാബിൽ കാവലിരിക്കും. എന്നാൽ പിന്നെ കേരളത്തിൽ സമരം ചെയ്തോ? 10 പേരെങ്കിലും ഇവിടെ സമരം ചെയ്യണ്ടേ? തമിഴ്നാട്ടിൽ ചെയ്യണ്ടേ? ഇതൊന്നുമില്ല, വെറുതെ കർഷക സമരം എന്ന് പറയരുത്. ഇത്തവണ അത് ഷൂ ആയിപ്പോയത് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് സകല കർഷകർക്കും കനേഡിയൻ പാസ്പോർട്ടുണ്ട്, ഇന്ത്യൻ പൗരന്മാർ പോലും അല്ല. അപ്പോൾ തന്നെ സമരം പൂട്ടിക്കെട്ടി പോയി. ഇപ്പോൾ ആരും ബോർഡറിലൊന്നും കിടക്കുന്നില്ല, വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട. പിന്നെ ഈ ഭരണഘടന പൊക്കിപ്പിടിക്കാം, കക്ഷം വേദനിക്കുന്നവരെ കോൺഗ്രസിനും അവരുടെ കൂട്ടാളികൾക്കും ലോക്സഭയിലോ പുറത്തോ ഇത് പൊക്കിപ്പിടിക്കുകയോ തലയിൽ ചുവന്നുകൊണ്ട് നടക്കുകയോ എന്താണെങ്കിലും ചെയ്യാം. ഈ അപഹാസ്യ നാടകങ്ങൾ ജനങ്ങൾ കാണുന്നു എന്നുള്ള ഓർമ്മയുണ്ടാവണം, അത്രയേ ഉള്ളൂ. യെസ്. എന്തായാലും ഭരണഘടനയിൽ കറുത്ത നിഴൽ വീണ ദിവസത്തിൻ്റെ വാർഷികത്തിൽ അത്തരമൊരു കറ ഇനി രാജ്യത്തൊരിക്കലും പുരളില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ആ ഉറപ്പ് നമുക്ക് മുഖവിലക്കെടുക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.